ഹായ് ഡിയേഴ്സ്. ഞാൻ ഓൺലൈനിൽ കുറച്ച് ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ടെമു എന്ന് പറയുന്നൊരു ആപ്പുണ്ട്. നാട്ടിലെ മീഷോ പോലെയൊക്കെയാണെന്ന് തോന്നുന്നത്. എന്തായാലും അതിൻ്റെ ടെമു എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ കറക്റ്റ് പറയുന്നത്. എന്തായാലും ഞാൻ അതിൽ നിന്ന് കുറേ ഇപ്പോഴും നേരത്തെയൊക്കെ ആയിട്ട് മുന്നേയൊക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന ക്രാഫ്റ്റിൽ കുറേ സാധനങ്ങൾ ടെമു എന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. നല്ല അഫോർഡബിളായിട്ടും കുറേ സാധനങ്ങൾ കിട്ടും. പിന്നെ കുറേ വെറൈറ്റി സാധനങ്ങൾ കിട്ടി. ഇതുപോലെ കുറച്ച് ബീഡ്സ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ ഇവിടെ അങ്ങനെ ഷോപ്പിൽ പോയി വാങ്ങിക്കാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പം എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട് ഞാൻ കുറച്ച് ബീഡ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ജ്വല്ലറിയൊക്കെ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ആ ഇലാസ്റ്റിക്കും ആ ഗ്ലൂവിൻ്റെ അത് പക്ഷേ ചെറുതായിപ്പോയി. പിന്നെ ആദ്യം കാണിച്ച് നമ്മൾ കുറച്ച് സ്റ്റാർ പേപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആദ്യം ഉണ്ടാക്കിയത്. അതിൻ്റെ തന്നെ ലക്കി സ്റ്റാർ ഉണ്ടാക്കുന്ന കുറച്ച് പേപ്പർ കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്നാണെങ്കിൽ കുറച്ച് നിയോണിനെ രാത്രി ഗ്ലോ ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് ഗ്ലോ ഒന്നും ചെയ്തില്ലെങ്കിലും പക്ഷെ നല്ല കട്ടിയുള്ള നല്ല 3D ഫോമിൽ വരുന്ന പോലെ ഈ ഗ്ലിറ്റർ സ്റ്റിക്ക് ഈ പേപ്പറാണെങ്കിൽ നല്ല പേപ്പറാണ് കേട്ടോ. അപ്പം കുറേ ആ രസത്തിന് കുറേ അങ്ങ് ചെയ്തുണ്ടാക്കിയതാണ്. മോളാണ് ഇതിൻ്റെ മെയിൻ ആൾ. പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ കുറച്ച് പേപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു നേരത്തെ. അതത്ര ക്വാളിറ്റി ഇല്ലായിരുന്നു. പിന്നെ കാണിച്ച യെല്ലോയും ഗ്രീനും ആണെങ്കിൽ നമ്മുടെ ടിഷ്യൂ അത് ഗിഫ്റ്റ് പേപ്പറൊക്കെ പൊതിയുന്ന ടൈപ്പ് പേപ്പർ നമുക്ക് ഫ്ലവറൊക്കെ ഉണ്ടാക്കാം. പിന്നുള്ളത് സ്ട്രെച്ചബിളായിട്ടുള്ള ക്രേപ്പ് പേപ്പറും. പിന്നെ കുറേ ബീഡ്സ് കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് ഞാൻ കുറച്ച് വൈറ്റ് ബീഡ്സ് ഈ ബീഡ്സൊക്കെ ഭയങ്കര ഭംഗിയുണ്ട്. നമ്മൾ എടുത്ത് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഭയങ്കര സന്തോഷം തോന്നി എത്ര കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറേ ജ്വല്ലറീസ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ നാട്ടിലേക്ക് വെച്ച് നോക്കുമ്പോൾ ക്വാണ്ടിറ്റി കുറവായിരിക്കും. പക്ഷെ എന്നാലും നല്ല രസമുള്ള കുറേ ബീഡ്സിൻ്റെ ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു. ബീഡ്സ് മാത്രമല്ല ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ട കുറേ സാധനങ്ങൾ. അപ്പം ഞാൻ അതിൽ നിന്ന് ഇതുപോലെ കുറച്ച് ഹുക്ക് ഡിസൈനൊക്കെ ഉള്ള ഗോൾഡൻ സിൽവർ അങ്ങനെ കുറച്ച് ഹുക്കും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാമെന്ന് വെച്ച് വാങ്ങിച്ചത്. പക്ഷേ അത് ഭയങ്കര ചെറുതായിപ്പോയി. അപ്പം ജ്വല്ലറി ചെയ്യുക. പിന്നെ ഇത് ജ്വല്ലറി ചാംസോ അങ്ങനെ എന്തോ പറയും. ഇത് ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. അതിൻ്റെ തന്നെ ഒരു കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചു നോക്കിയപ്പം ഭയങ്കര രസമുണ്ട്. പിന്നെ ഈ ഷീറ്റ് ഇത് ഷ്രിങ്ക് പേപ്പർ അങ്ങനെ എന്തോ പറയില്ലേ, നമ്മൾ ചൂട് കൊടുക്കുമ്പോൾ ചുരുങ്ങുന്ന ടൈപ്പ്. അതൊക്കെ ഞാൻ ഇത് കുറേ വാഷി ടേപ്സുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പം ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. ഞാനത് ഷോർട്സ് ആക്കി ഇടാം കേട്ടോ. ഇത് തന്നെ ഒരു ഡെക്കറേറ്റീവ് സ്റ്റിക്കേഴ്സിൽ ജേർണലിങ്ങും ഒക്കെ ചെയ്യാൻ ഭയങ്കര മനോഹരം. എന്ത് രസം അത് കാണാമെന്നറിയോ. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ഓരോന്നോരോന്ന് കാണിക്കാം ഡിസൈന്. പിന്നെ ഇത് ജേർണലിങ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന നൈഫിൽ പെൻ നൈഫ് പോലത്തെ അത്. പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസ് ഇത് മോളുടെ മൂക്ക് റൂം ഡെക്കറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് കുറച്ച് 3D സ്റ്റിക്കേഴ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ഡബിൾ സൈഡ് ടേപ്പും ഉണ്ട്. അപ്പോൾ അത് മോള് റൂമിൽ വാർഡ്രോബിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ജേർണലിങ് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഇത് ഇപ്പോഴേ വാങ്ങണമെന്ന് വിചാരിച്ചില്ല. കുറച്ച് പേപ്പറൊക്കെ DIY ചെയ്തൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ സമ്മർ കളക്ഷൻ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്ത് വിഷ് ലിസ്റ്റിൽ ഇട്ടിരുന്ന. അപ്പം മോളുടെ സ്റ്റേഷനറി എല്ലാം ഓർഡർ ചെയ്ത സമയത്ത് എനിക്ക് സർപ്രൈസായിട്ടും ഹസ്ബൻഡിന് എല്ലാം ഞാൻ വിഷ് ലിസ്റ്റ് ഇട്ടിരുന്ന എല്ലാം കൂടി അങ്ങ് ഓർഡർ ചെയ്തു. അങ്ങനെ എനിക്ക് കുറേ സ്റ്റിക്കേഴ്സ് എല്ലാം കിട്ടിയത്. അപ്പം നമ്മുടെ സന്തോഷം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ ആദ്യം വാങ്ങിച്ചായിരുന്നു. നല്ല ഭംഗിയുള്ള സ്റ്റിക്കേഴ്സ്. ഇത് കുറേ യൂസ് ചെയ്ത് തീർന്നു. ഇതാണ് ആദ്യമൊക്കെ വാങ്ങിച്ചത്. പിന്നെ കുറച്ച് സ്റ്റാമ്പ് ടൈപ്പ് വരുന്ന വാഷ് ടൈപ്സുകളിൽ ഇത് ജേർണലിംഗ് ഒക്കെ ചെയ്യാനും ജേർണലിംഗ് സ്ക്രാപ്പ് ബുക്കൊക്കെ ചെയ്യാൻ എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പം ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ കുറേ വാഷി ടേപ്സും കുറേ ജേർണലിങ്ങിൻ്റെ സാധനങ്ങളും. ഇത് നമ്മുടെ ഡബിൾ സൈഡ് ടേപ്പില്ലേ ഇങ്ങനെ ജേർണലിങ് തന്നെ ഉപയോഗിക്കുന്നത്. പിന്നെ അങ്ങനെ ഇത് കുറച്ച് കാർഡ്സ് ഞാൻ പോസ്റ്റൽ ടൈപ്പ് മറ്റേ പോസ്റ്റ് കാർഡ് സൈസ് ഇച്ചിരി വലുതാണെന്ന് വെച്ച് വാങ്ങിച്ചാൽ. പക്ഷേ ഇത് സ്റ്റാമ്പ് സൈസാണ്, ചെറിയതായിപ്പോയി. എനിക്ക് സൈസ് തെറ്റിപ്പോയത്. പക്ഷേ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇതിൽ ഓരോ പിക്ചേഴ്സും കാണാൻ. ഞാൻ ഫെയറി തീമിലും ഏഞ്ചൽ തീമിലുമായിട്ട് 2 വാങ്ങിച്ചത്. ഓരോ പടങ്ങൾ കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പം നമുക്കിതൊക്കെ ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാം. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കും. ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല, ലോങ് വീഡിയോ ആയി പോകുന്നതുകൊണ്ട്. പിന്നെ നമ്മുടെ സ്പൈറൽ റൂളേഴ്സില്ല അങ്ങനെ ഇതൊക്കെ സ്റ്റേഷനറി ഇതിൽ വരുന്ന ചുമ്മാ പിള്ളേർക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പേപ്പർ കട്ടർ ഇതെനിക്കും ഭയങ്കര യൂസ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. പിന്നെ കുറേ സാധനങ്ങൾ. അപ്പോൾ ഇത്
മറ്റേ കറക്ഷൻ ടേപ്പില്ലേ സ്കൂളിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ്, നമ്മൾ പണ്ട് പെന്നുണ്ടായിരുന്നല്ലോ അങ്ങനത്തേത്. പിന്നെ കുറേ ബ്ലാക്ക് പെന്നും, മോക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്രേസ് കയറിയിട്ടുണ്ട്. അപ്പം കുറേ സാധനങ്ങൾ അങ്ങനെ. പിന്നെ ഇതൊരു വെറൈറ്റി ഒരു പെന്നായിട്ട് നമ്മൾ കണ്ടപ്പോൾ ഒരു രസം തോന്നി, ഞാനൊരു വീഡിയോ എടുത്തതാണ്. ഇൻവിസിബിളായിട്ടുള്ള ഒരു സൈസ് ഒരു പെന്ന്, അത് നമ്മൾ എഴുതുമ്പം കാണത്തില്ലെന്ന് തോന്നുന്നു. പിന്നെ ലൈറ്റ് അടിച്ച് കൊടുക്കുമ്പം ഇങ്ങനെ കാണുന്നതൊക്കെ പിള്ളേർക്കുള്ള ഓരോരോ സാധനങ്ങൾ. പിന്നെ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാനുള്ള കുറച്ച് വൈറ്റ് ഫെതേഴ്സ്, ഫാബ്രിക് പെയിൻറ്റ് അത് ഒരെണ്ണം, പിന്നെ നമ്മുടെ അക്രിലിക് പെയിൻറ്റ്, മറ്റേ ഗോൾഡൻ മെറ്റാലിക് പെയിൻറ്റ്, ഇതൊക്കെ കുറേ യൂസ് ചെയ്തൊക്കെ തീരാറായി ഞാൻ. പിന്നെ വീഡിയോ എടുത്ത് പിന്നെ കുറേ ഇതുപോലെ കുറേ പെന്നും പെൻസിലും അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ ഇത് മോളുടെ ഡെസ്കിൻ്റെ മണ്ടയ്ക്ക് വെക്കാനുള്ള ഒരു ഡ്രോയർ സെറ്റ്. പിന്നെ ഇതും നമ്മുടെ ഗ്ലിറ്ററിൻ്റെ, ഇതും ഞാൻ എഫോറാന്ന് വെച്ച് വാങ്ങിച്ചതാണ്, പക്ഷേ ഭയങ്കര ചെറുതായിപ്പോയി. പിന്നെ കുറച്ച് വാൾപേപ്പറിൻ്റെ ഇത് ബാക്കിൽ ഒട്ടിക്കുന്ന ടൈപ്പ് നമ്മുടെ വീഡിയോ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചായിരുന്നു. പിന്നെ കുറച്ച് മാക്രമി ത്രെഡില്ല, ഇതും നമ്മൾ ആദ്യമൊക്കെ ക്രാഫ്റ്റിലുണ്ടായിരുന്നു കുറേ കളേഴ്സ്. പിന്നെ നമ്മുടെ ബാറ്ററി ക്യാൻഡിൽസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇത് നമുക്ക് ആദ്യം ഇല്ലായിരുന്നല്ലോ. പിന്നെ കുറേ സാധനങ്ങളുണ്ട്, എല്ലാം ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്